കളവ് പിശാചിനെ നമ്മൾ സൂക്ഷിക്കണം. ഈ കളവ് പിശാച് നമ്മൾ കയറിയ എല്ലാത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കട്ടെടുക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു കള്ളനെ കൊണ്ടുവന്ന് ജയിലിലിട്ട് കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരെയും കൂടെ കൂട്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ നന്നാവുകയല്ല ചെയ്യണത്, അവൻ വലിയ കളവ് നടത്തും. കൊച്ചു കള്ളനായിട്ട് ജയിലിൽ ചെല്ലുന്നവൻ പെരുങ്കള്ളനാവും. ഇതൊരു പ്രേരണ പോലെ ഉണ്ടാകാറുണ്ട്. കുട്ടികളിൽ തന്നെ ക്ലെപ്റ്റോമീനിയ എന്നൊക്കെ പറയും, കളവിലേക്കുള്ള പ്രേരണ. അപ്പോൾ അത് ആരംഭകാലത്ത് തന്നെ അതിൽ നിന്ന് ഇവനെ മാറ്റണം. അത് നമ്മൾ വളരെയേറെ സൂക്ഷിക്കുകയും ചെയ്യണം. ഇതുപോലെ തന്നെ അവനെപ്പോഴും ചെല്ലുന്നിടത്തൊക്കെ എന്താ കട്ടെടുക്കാനുള്ളതായിരുന്നായിരിക്കും അവൻ്റെ ചിന്ത. അവൻ്റെ മനസ്സ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയാം. അമ്മയുടെ പേഴ്സിൽ നിന്ന് പൈസ കട്ടെടുത്ത് പഠിക്കും, നേർച്ചപ്പെട്ടിയിൽ നിന്ന് പൈസ കട്ടെടുക്കും, വികാരിയച്ഛൻ്റെ മുറിയിൽ നിന്ന് കട്ടെടുക്കും, പിന്നെ കട കുത്തിപ്പൊളിച്ച് അതിൻ്റെ അകത്തുനിന്ന് മറ്റേ പൈസ എടുക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള കളവുകളുണ്ട്. ഈ കളവിൽ നിന്ന് മോചനം കിട്ടാൻ ഇങ്ങനെയുള്ള ഒരു ജീവിത പരിശീലനത്തിലൂടെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ കൂടുതൽ അസ്വസ്ഥയുണ്ടെങ്കിൽ അതിനല്പം മെഡിസിനോട് കൊടുക്കണം. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ, കളവിൻ്റെ പ്രേരണയിൽ നിന്ന് മോചിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.